പണ്ടൊക്കെ ഉപ്പുമാവെന്ന് കേട്ടാൽ കണ്ടം വഴി ഓടിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഉപ്പുമാവ് കഴിക്കുന്നതിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു 1-2 സാധനങ്ങളൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് റവ വറുത്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് റവ ഇട്ടിട്ട് നമുക്ക് റവയൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പം 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ വെള്ളത്തിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പൊടിക്കുപ്പ് മുന്നോട്ട് നിൽക്കുന്ന രീതിക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുക. റവയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് ഒരു 3-4 മിനിറ്റ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കത് അവിടെ വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ചിക്കിയെടുക്കാം. ഇനി നമ്മൾ അടച്ച് മൂടി വേഗം വെച്ചിരുന്ന നമ്മുടെ ഉപ്പുമാവ് തുറന്നെടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കി വെച്ച മുട്ടയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ഉപ്പുമാവ് റെഡിയാണ് കേട്ടോ. പഴയ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യുടെയും മുട്ടയുടെയും ഒക്കെ കൂടി വരുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. 2 പപ്പടവും കൂടി കൂട്ടി കഴിച്ചോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.